എൻ്റെ വിഷയം ഇസ്ലാമിൽ ഹദീസിനുള്ള പ്രാധാന്യം എന്ത് എന്നതാണ്. ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് ഹദീസിൽ. ഇസ്ലാമിൽ ഹദീസ് എങ്ങനെയാണ്? ഖുർആൻ പോലെ തന്നെയാണോ അല്ല ഹദീസിന് പ്രാധാന്യം ഇല്ലേ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ഞാൻ സംസാരിക്കുന്നത് കേവലം എന്നെ കേൾക്കുന്ന ഖുർആനും ഹദീസും പ്രമാണമാണ്, ഒരേപോലെയാണ് എന്ന് വിശ്വസിക്കുന്നവരോട് മാത്രമല്ല, മൊത്തത്തിൽ എൻ്റെ ഈ സംസാരം ആരെല്ലാം കേൾക്കുന്നുവോ അവർക്കെല്ലാം സുന്നത്തിൻ്റെ പ്രാധാന്യം, ഹദീസിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ പണ്ഡിതന്മാരുടെ കൗലുകൾക്ക് ഉദ്ധരിച്ചുകൊണ്ടുള്ളൊരു സംസാരമല്ല, മറിച്ച് ഈ വിഷയത്തിൽ വന്ന ആയാത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഖുർആനിലൂടെ എങ്ങനെയാണ് ഹദീസ് സ്ഥിരപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന ദീനിനെയാണ് അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ദീന് ഇസ്ലാം അല്ലാത്ത ഒന്നിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ദീനല്ല, ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ആ ദീനിനെ, ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും ദീനായി ഉൾക്കൊണ്ടാൽ അവൻ്റെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാളെ പരലോകത്തവൻ വലിയ നഷ്ടവാളിയുമായിരിക്കും. അപ്പോൾ ഇസ്ലാം ആണ് നമ്മുടെ ദീൻ. അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ഇസ്ലാമാണ്. എന്താണ് ഇസ്ലാം ദീനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുടെ ഒത്തുകൂച്ചേരലാണ് ദീൻ. 3 കാര്യങ്ങൾ ചേർന്നതാണ് ദീൻ. 1 വിശ്വാസ കാര്യങ്ങൾ, 2 കർമ്മം ഇബാദത്തുകൾ, 3 സ്വഭാവ ഇടപാടുകൾ. ഇത് 3മാണ് ദീൻ. ഇത് അറിയപ്പെട്ട കാര്യമാണ്. ഇത് 3മാണ് ദീൻ. ഇസ്ലാമിൽ വിശ്വാസ കാര്യങ്ങളുണ്ട്, ഇസ്ലാമിൽ ഇബാദത്തുകളുണ്ട്, ഇസ്ലാമിൽ ഇടപാടുകൾ, സ്വഭാവ മര്യാദകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 3ഉം ദീനാണ്. ഇത് 3ലേക്കും നമ്മളോട് പ്രവേശിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. അഖീദ മാത്രം എടുക്കുക, ഇബാദത്തൊന്നും ശ്രദ്ധിക്കൂല. ഇബാദത്ത് മാത്രം എടുക്കുക, അഖീദൊന്നും ശ്രദ്ധിക്കൂല. ഇബാദത്തും അഖീദി മാത്രം എടുക്കുക, സ്വഭാവമൊന്നും ശ്രദ്ധിക്കൂല. അതല്ല ദീൻ. ഇത് 3ഉമാണ് ദീൻ. ഈ ദീനിലേക്ക് പ്രവേശിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീൻ അതാണ്. ആ ദീനിനെ അള്ളാഹു നമുക്ക് തന്നത് ആരിലൂടെയാണ്? ആ ദീൻ നമുക്ക് എത്തിയിട്ടുണ്ടല്ലോ, നമ്മുടെ കൈകളിൽ ആ ദീനുണ്ട്. അത് ആരിലൂടെയാണ് അള്ളാഹു എത്തിച്ചു തന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദീൻ നമുക്ക് എത്തിച്ചു തന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചു തന്നത് പ്രവാചകന്മാരിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വ ദീനിൽ ഹഖ്. ഹുവല്ലദീ, അള്ളാഹുവാണ്, അർസല റസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചത്. എവിടത്തേക്ക് അയച്ചത്? നമ്മിലേക്ക് അയച്ചത്. എന്തുമായി? ബിൽ ഹുദാ വ ദീനിൽ ഹഖ്. അൽ ഹുദ എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിയ, ഉപകാരപ്രദമായ അറിവാണ്, വിശ്വാസ കാര്യങ്ങളാണ്. വദീനിൽ ഹഖ് അൽ അമലു സാലിഹ്, സൽപ്രവർത്തനങ്ങളാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളുമായി റസൂലിനെ അയച്ചവൻ അള്ളാഹുവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുമായി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ അയച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. അനിയബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം,
അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യരുത് എന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് എല്ലാ കൗമിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. നമ്മിലേക്ക് ആരെയാണ് അള്ളാഹു അയച്ചത്? അതും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദാണ് അള്ളാഹുവിൻ്റെ റസൂൽ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പം നമ്മളിലേക്ക് അയച്ച തന്ന പ്രവാചകൻ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും ആണുങ്ങളുടെ ഉപ്പയല്ല. വലാകിൻ റസൂലല്ലാഹി വ ഖാതമൻ നബിയ്യീൻ. മറിച്ച് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലും അവസാനത്തെ പ്രവാചകനുമാണ് എന്ന്. അപ്പോൾ അവസാനത്തെ പ്രവാചകനായി അള്ളാഹു അയച്ചത് ആരെയാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ കാര്യം ഈ പ്രവാചകനെ അള്ളാഹു അയച്ചു? മൂന്നാമത്തെ കാര്യം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ റസൂലായി അയച്ചത്, അല്ലെങ്കിൽ മുഹമ്മദുൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ റസൂലായി അയച്ചത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് അനുസരിക്കാൻ, രണ്ട് പിൻപറ്റാൻ. അനുസരിക്കാനും പിൻപറ്റാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ പ്രവാചകൻ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു ഓരോ പ്രവാചകന്മാരെ അയച്ചെന്തിനാണ്? ആ പ്രവാചകൻ അനുസരിക്കപ്പെടണം. അതായത് ആ പ്രവാചകൻ ഏതൊരു കൗമിലേക്കാണോ പോകുന്നത് ആ കൗമ് ആ പ്രവാചകനെ അനുസരിക്കണം. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഓ പ്രവാചകൻ, അങ്ങ് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? പിൻപറ്റണം. അള്ളാഹുവിനെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആരെ പിൻപറ്റേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് പിൻപറ്റേണ്ടത്. അള്ളാഹിനെ പിൻപറ്റാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പം അള്ളാഹുവിനെ പിൻപറ്റലില്ല, അള്ളാഹുവിനെ അനുസരിക്കലാണ്. പിൻപറ്റേണ്ടത് ആരെയാണ്? അള്ളാഹു അയച്ച റസൂലിനെയാണ്. അപ്പം അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനെയാണ്. ഖുർആനാണ്. സൻമുർസ പറഞ്ഞ പോലെ ഖുർആൻ മാത്രം എടുക്കുമെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഇത്തിബാ ചെയ്യുക? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഫത്തബിഊനി എന്ന് പറയാന്ന് ഖുർആനിലാണ്. അങ്ങനെ റസൂലിനെ പിൻപറ്റിയാലോ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കും. അപ്പം അള്ളാഹുവിൻ്റെ തിരിച്ച് സ്നേഹം കിട്ടണമെങ്കിലും അള്ളാഹിനെ സ്നേഹിച്ച സ്നേഹം സത്യമാകണമെങ്കിലും ഒറ്റ അമല്, ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നബിയെ പറഞ്ഞു കൊടുക്കുക, ഫത്തബിഊനി, എന്നെ ഫോളോ ചെയ്യുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും റസൂലുള്ളാഹിനെ പിൻപറ്റാനും ഫോളോ ചെയ്യാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചിട്ടുള്ളത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ അനുസരിക്കാനും പിൻപറ്റാനുമാണ് അയച്ചത് എങ്കിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും പിൻപറ്റലും നിർബന്ധമാണ്. അനുസരിച്ചേ പറ്റൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും അനുസരിക്കലും ഈമാന്റെ ഭാഗമായാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, പ്രവാചകൻ കൊണ്ടുവന്നതിന് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ നിരോധിച്ചതിനെ നിങ്ങൾ വെടിയണം. പ്രവാചകൻ കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം, പ്രവാചകൻ നിരോധിച്ചതിനെ വെടിയുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തുതിഊഹു തഹ്തദു, നിങ്ങൾ ഈ പ്രവാചകനെ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന്. ഈ പ്രവാചകനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, കുൽ യാ അയ്യുഹൻ നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നബിയെ പറ, ഏ ജനങ്ങളെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്. എങ്ങനെയുള്ള അള്ളാഹ്? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വ യുമീത്, ആകാശഭൂമികൾ അവൻ്റെതാണ്, അവനല്ലാതെ ആരാധ്യനില്ല, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ
എന്ന് പ്രവാചകരെ. ഫആമിനു ബില്ലാഹി, അല്ലാഹു പറയുന്നു, ഫആമിനു ബില്ലാഹി വറസൂലിഹി അന്നബിയിൽ ഉമ്മിയില്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി. നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലായ നബിയായ റസൂലിനെയും നിങ്ങൾ അംഗീകരിക്കണം. ആ നബി ആരാണ്? അൽ ഉമ്മി, നിരക്ഷരനായ, അല്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ കലിമാത്തുകളെയും അംഗീകരിക്കുന്ന ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന്. എത്ര വിശദമായിട്ട് അല്ലാഹു പറയുന്നത്? അല്ലാഹു പറഞ്ഞു വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. വിശദമായി റസൂൽ ആരാണെന്ന് പഠിപ്പിച്ചിട്ട് പറയാൻ, വത്തബിഊഹു, നിങ്ങൾ ആ റസൂലിനെ ഫോളോ ചെയ്യണം, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന്. അപ്പോൾ ഹിദായത്തിന്റെ മാർഗം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. ഇതൊക്കെ എന്തിലുള്ളതാണ്? ഖുർആനിലുള്ളതാണ്. ഇത്രയും ഓതിയല്ലേ, ഹദീസൊന്നും പറഞ്ഞില്ല, ഖുർആനിൽ മാത്രമാണുള്ളത്. എന്ത്? റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം, റസൂലുള്ളാഹിനെ അനുസരിക്കണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യണം, അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? ഏതിലാണ് അനുസരിക്കേണ്ടത്? ഈ റസൂൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഹുവല്ലദി, ഞാൻ എണ്ണം പറയുന്നത് വിട്ടുപോയാലേ, 3 ശേഷം 2 പറഞ്ഞു. ഇനി 5-മത്തേത്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയെ അല്ലാഹു നിയോഗിച്ചയച്ചത്. അല്ലാഹു പറഞ്ഞു, ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, അല്ലാഹു ആണ് ഉമ്മിയകൾക്ക്, ഉമ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മക്കയിലെ ഖുറൈശികളാണ്. ഉമ്മി, നമ്മൾ ഭാഷാർത്ഥം പറയും നിരക്ഷകരായവർ എന്നുള്ളത്. മുമ്പ് അടുത്തൊന്നും വേദഗ്രന്ഥം നൽകപ്പെടാത്ത ഒരു സമൂഹത്തിനാണ് ഉമ്മി എന്ന് പറയുക. അന്ന് ജീവിച്ചിരിക്കുന്നവർ ജൂതന്മാർ, തൊട്ട് മുമ്പ് മൂസാ നബിയുടെ വേദഗ്രന്ഥം അവർക്കുണ്ട്. പിന്നെ ജീവിച്ച മറ്റൊരു ടീം ക്രിസ്ത്യാനികൾ, അവർക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഈസാ നബിയുടെ വേദഗ്രന്ഥമുണ്ട്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് ഇങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെ ഉമ്മി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. വേദഗ്രന്ഥം നൽകപ്പെടാത്ത ഒരു സമൂഹം, അവരിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നിയോഗിക്കുന്നതാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന, ഉമ്മീകളിൽ, ഖുറൈശികളിൽ അവൻ്റെ പ്രവാചകനെ അയച്ച, റസൂലൻ മിൻഹും, അവരിൽ നിന്നും തന്നെയുള്ള ഒരു റസൂലിനെ അയച്ചവനാണ് അള്ളാഹു. ആ പ്രവാചകൻ ജോലി എന്താണ്? യതുലു അലൈഹിം ആയാതിഹി, ആ ഉമ്മീകൾക്ക് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ ആ പ്രവാചകൻ ഓതിക്കൊടുക്കും. വയുസക്കീഹിം, അവരെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യും. വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അൽ കിതാബ, ഖുർആനിനെ, വൽ ഹിക്മത, സുന്നത്തിനെയും ഹദീസിനെയും. വൈൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഇതിന് മുമ്പ് അവർ വ്യക്തമായ വൈകേടിലാണെങ്കിലും ഇപ്പോൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്, പ്രവാചകനെ അയച്ചിട്ട് 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ. യുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ, ഖുർആനിനെയും ഹിക്മത്തിനെയും, അൽ കിതാബിനെയും അൽ ഹിക്മയെയും പഠിപ്പിക്കാനാണ് പ്രവാചകനെ അള്ളാഹു അയച്ചത് എന്ന്. മറ്റൊരാഴ്ച അള്ളാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട്. അവൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകന്റെ ദൗത്യം എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ അവർക്ക് അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ പരിശുദ്ധപ്പെടുത്തുന്നു. വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അൽ കിതാബിനെയും അൽ ഹിക്മത്തിനെയും, ഗ്രന്ഥത്തെയും വേദഗ്രന്ഥത്തെയും ഹിക്മത്തിനെയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന്. ഈ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ അയക്കണമെന്ന് ഇതിനു മുമ്പേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ
ഇബ്രാഹിം നബി മുമ്പ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ ഈ മക്കയിലേക്ക് ഒരു പ്രവാചകനെ നീ അവർക്ക് അയച്ചു കൊടുക്കണേ. എന്തിന്? അവർക്ക് അൽ കിതാബും അൽ ഹിക്മയും പഠിപ്പിക്കാൻ. അൽ കിതാബ് കൊണ്ട് ഉദ്ദേശം ഖുർആൻ, അൽ ഹിക്മ അത് ഹദീസാണ്. ഖുർആനും ഹദീസും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇബ്രാഹിം നബിയുടെ ദുആ? റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും. റബ്ബേ, ഇവരുടെ കൂട്ടത്തിൽ ഇവരിൽ നിന്നും തന്നെയുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയാത്തുകൾ ഓതിക്കൊടുക്കുന്ന, വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അൽ കിതാബും അൽ ഹിക്മയും വേദഗ്രന്ഥവും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ, വയുസക്കീഹിം, അവരെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ അയച്ചു കൊടുക്കണേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ദുആ ആണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്ത്? ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ ദുആ ആണ് എന്ന്. ഈ ദുആ റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന സൂറത്തുൽ ബഖറയിലെ 129-ാമത്തെ ആയത്ത്. അപ്പോൾ അൽ കിതാബും അൽ ഹിക്മയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചയച്ചത്. അപ്പോൾ അൽ കിതാബും അൽ ഹിക്മയും എന്താണ്? അൽ കിതാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ശേഷം വിശദീകരിക്കും. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് പറയാ ഖുർആനാണ്. അൽ ഹിക്മ കൊണ്ട് ഉദ്ദേശം ഹദീസാണ്. അപ്പോൾ ഇത് രണ്ടും ആരവതരിപ്പിച്ചതാണ്? അള്ളാഹു അവതരിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയാത്തുകളിലൂടെയും ഖുർആനും ഹദീസും നാം അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രം അത് ഉതിർന്നു വീണാൽ അത് തന്നെ സത്യം. മാ ളല്ല സാഹിബുകും വമാ ഗവാ, നിങ്ങളുടെ സാഹിബ് പ്രവാചകൻ വഴിവെച്ചവനല്ല, തെറ്റിപ്പോയവനല്ല. വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം ദേഹേച്ഛ സംസാരിക്കുന്ന ആളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെടുന്ന വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ വഹ്യു യൂഹാ, അദ്ദേഹത്തിന് വഹി നൽകപ്പെടുന്ന വഹിയാണ്, അദ്ദേഹത്തിന് ബോധം നൽകപ്പെടുന്ന വഹിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലമഹു ശദീദുൽ ഖുവ ദൂ മിർറത്തിൻ ഫസ്തവ, അദ്ദേഹത്തിന് ഈ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അല്ലമഹു ശദീദുൽ ഖുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്കുർ നിഅമതല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. വമാ അൻസല അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതിനെ നിങ്ങൾ ഓർക്കുക. മിനൽ കിതാബി വൽ ഹിക്മ, കിതാബിനെയും ഹിക്മത്തിനെയും അള്ളാഹു അവതരിപ്പിച്ച രണ്ടെന്താണ് നിങ്ങൾ ഓർക്കണം. വദ്കുർ നിഅമതല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ, നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന അൽ കിതാബിനെയും അൽ ഹിക്മയെയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വേണ്ടി വന്ന അൽ കിതാബ് അൽ ഹിക്മയെ ആരിറക്കിയതാണ്? അള്ളാഹ് ഇറക്കിയതാണ്. അള്ളാഹ് തന്നെ പറയാണ്, വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ, ആ അൽ ഹിക്മയെയും അൽ കിതാബിനെയും അവതരിപ്പിച്ചു തന്നതിനെയും ഓർക്കുക. യഇദുകും ബിഹ്, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങൾ ഉപദേശിക്കുന്നു, അതനുസരിച്ച് ജീവിക്കണം. അൽ കിതാബും അൽ സുന്നത്ത് അൽ ഹിക്മയും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. യഇദുകും ബിഹി, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വാഅദ് ചെയ്യുന്നു, ഉപദേശിക്കുന്നു എന്ന്. അതുപോലെ തന്നെ വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന്. ഇവിടെ അള്ളാഹു അൽ കിതാബിനെയും അൽ ഹിക്മയെയും അള്ളാഹ് ഇറക്കിയതാണെന്ന് പറഞ്ഞു. മറ്റൊരു അള്ളാഹു പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് അൽ കിതാബിനെയും അൽ ഹിക്മത്തിനെയും ഇറക്കി തന്നു. അൽ കിതാബിനെയും അൽ ഹിക്മയെയും അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു. അൽ കിതാബ് ഖുർആനാണ്, അൽ ഹിക്മത്ത് എന്താ? ഹദീസുകളാണ്. അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഹദീസുകൾ. അൽ കിതാബിന്റെ കൂടെ എവിടെയെല്ലാം അൽ ഹിക്മ വന്നോ
അതെല്ലാം ഹദീസുകളാണ്. അൽ ഹിക്മ വേറെയും ഖുർആനിൽ വന്നിട്ടുണ്ട്, വേറെ അർത്ഥത്തിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും ഹദീസല്ല. അൽ കിതാബിന്റെ കൂടെ, അൽ കിതാബ് ഖുർആനാണ്, അതിന്റെ സുഹൃത്തായി പറയപ്പെട്ട അൽ ഹിക്മ ഹദീസുകളാണ്. അതാണ് അല്ലാഹു അവതരിപ്പിച്ചു പറഞ്ഞത്. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. താങ്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു എന്ന്. അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തന്ന ഈ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ അല്ലാഹുവിന്റെ ഫദ്ലാണ്. അത് എല്ലാവർക്കും ഫദ്ൽ തന്നെയാണ് അല്ലേ? അറിവുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അവിടെ അല്ലാഹു എന്താ പറഞ്ഞത്? വഅൻസലല്ലാഹു അലൈക അൽ കിതാബ വൽ ഹിക്മ. സൂറത്തുൽ നിസായിലെ 113 ആയത്താണ്. അപ്പോൾ ഈ ആയാത്തുകളുടെയൊക്കെ മനസ്സിലായി അള്ളാഹു രണ്ട് കാര്യങ്ങൾ ആർക്കിറക്കി കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അൽ കിതാബാണ്, രണ്ട് അൽ ഹിക്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ കാണാം, അലാ ഇന്നി ഊതീതുൽ കിതാബ, എനിക്ക് അൽ കിതാബിനെ നൽകപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി? വമിസ്ലഹു മഅഹു, അതുപോലുള്ളത് അതിനോടൊപ്പം ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതേതാ? അല്ലാഹു പറഞ്ഞ അൽ ഹിക്മയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഖുർആൻ മാത്രമല്ല പിന്നെ എന്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്? അൽ ഹിക്മ. റസൂൽ പറയാണ്, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, അതോടൊപ്പം അതുപോലുള്ളത് എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇമാം ഹസ്സാൻ ഇബ്നു അതിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫുകളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, കാന ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം യൻസിലു അലൈഹി ബിൽ ഖുർആൻ, യൻസിലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ഹസ്സാൻ ഇബ്നു അതിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വരുന്നത് പോലെ തന്നെ ഹദീസുമായി വരുമായിരുന്നു എന്ന്. അപ്പോൾ രണ്ടും എന്താണ്? അള്ളാഹു ഇറക്കി കൊടുത്ത വഹീകളാണ്. ഇനി ഹിക്മത്ത് എന്താണ് എന്നുള്ളത് ഒരു പണ്ഡിതന്റെ വിശദീകരണത്തോടെ നമുക്ക് പഠിക്കാം. വിശ്വപ്രസിദ്ധനായ, രണ്ടഭിപ്രായമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമായ അർ-റിസാല എന്ന ഉസൂലി ഗ്രന്ഥത്തിൽ പറഞ്ഞു, അർ-റിസാല എന്ന ഉസൂലി ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ദക്കറല്ലാഹു അൽ കിതാബ, അല്ലാഹു അൽ കിതാബിനെ പറഞ്ഞു, അൽ കിതാബ് എന്ന് പറഞ്ഞു, വഹുവൽ ഖുർആൻ, അത് ഖുർആനാണ്. വദക്കറ അൽ ഹിക്മ, അല്ലാഹു അൽ ഹിക്മയെയും പറഞ്ഞു. ഫസമിഅതു മൻ അർള മിൻ അഹ്ലിൽ ഇൽം, ഞാൻ തൃപ്തിപ്പെടുന്ന ഉലമാക്കളിൽ നിന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം ഷാഫിഈ തൃപ്തിപ്പെടുന്ന ഉലമാക്കൾ ആരാണ്? അതിലൊരാൾ ഇമാം മാലിക്കാണ്, പോലുള്ള താബിഈകളിൽപ്പെട്ട ആൾക്കാരാണ്. ആ കാലഘട്ടത്തിലുള്ള ഇമാം ഷാഫിഈ തൃപ്തിപ്പെടുന്ന ഉലമാക്കളെല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? യഖൂലു, പറയുന്നത് കേട്ടിട്ടുണ്ട്, ഖുർആനുമായി അറിവുള്ള പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അൽ ഹിക്മത്തു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം സുന്നത്താണ് എന്ന്. വദക്കറല്ലാഹു മന്നഹു അലാ ഖൽഖിഹി ബിതഅലീമിഹിം അൽ കിതാബ വൽ ഹിക്മ, അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, ലഖദ് മന്നല്ലാഹു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ അനുഗ്രഹം ചെയ്തത്? കിതാബ് പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു എന്ന്. ഫലം യജുസ് വല്ലാഹു അലം അൻ യുഖാല അൽ ഹിക്മത്തു ഹൗന ഇല്ലാ സുന്നത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അൽ കിതാബിന്റെ തൊട്ട് ശേഷം വന്ന അൽ ഹിക്മത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലാതെ മറ്റൊന്നും ആകാൻ തരമില്ല, അത് തന്നെയാണ്. വദാലിക അന്നഹ മഖ്റൂനത്തുൻ മാ കിതാബില്ല, കാരണം അൽ ഹിക്മത്ത് എന്ന വാക്ക് ഖുർആന്റെ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അൽ ഖുർആൻ അൽ കിതാബു വൽ ഹിക്മ. അപ്പോൾ ഖുർആൻ അൽ കിതാബ് ഖുർആനാണെങ്കിൽ അൽ ഹിക്മ തന്നെയാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് തന്നെയാണ്. വഅന്നല്ലാഹ അസ്തറല തഅത റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയാത്തുകളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. വഹത്തമ അലന്നാസി ഇത്തിബാ അംരിഹി ഫലാ യജൂസു അൻ യുഖാല ലിഖൗലിൻ ഫർദുൻ ഇല്ലാ ലികിതാബില്ലാ സുമ്മ സുന്നത്തു റസൂലില്ലാ. അതുകൊണ്ട് തന്നെ ഫലാ യജൂസു അൻ യുഖാല ലിഖൗലി ഫർദുൻ ഇല്ലാ ലികിതാബില്ലാ സുമ്മ സുന്നത്തു റസൂലില്ലാ.
അപ്പോൾ അവിടെ എന്തോ വിട്ടുപോലെ പോലെ തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുർആനെയും സുന്നത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഖുർആനും സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തു. ഇവിടെ അൽ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണ് എന്ന് ആര് വ്യാഖ്യാനിച്ചു? ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനിച്ചു. പിന്നെ അടുത്ത ചോദ്യം, ഖുർആൻ മാത്രം പോരെ, എന്തിന് രണ്ടെണ്ണം ഇറക്കി കൊടുത്തത്? രണ്ടും ഒന്നാക്കിയിട്ട് അതിന് വിശദീകരണം അള്ളാഹ് തന്നെ പറഞ്ഞു. എന്തിനാണ് അള്ളാഹു സുന്നത്തിന് ഇറക്കി കൊടുത്തത്? അള്ളാഹ് പറഞ്ഞു വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഇവർക്ക് ഇറക്കപ്പെട്ട കാര്യങ്ങൾ ഖുർആനിനെ താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസുകൾ. അപ്പോൾ ഇതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഹദീസുകളെ നിശ്ചയിച്ചു കൊടുത്തത് ഖുർആനിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു ആയത്തിൽ അള്ളാഹ് പറഞ്ഞു ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. ധൃതിപ്പെട്ട് നീ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്താൽ മറന്നു പോകുന്നു പേടിച്ചിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. അള്ളാഹ് പറഞ്ഞു നിന്നെ മറപ്പിക്കൂല, വലാ തൻസ, നീ മറക്കൂല. സൂറത്ത് സബ്ബിസ്മയിൽ പറയുന്നുണ്ട് തങ്ങളത് മറക്കൂല. അള്ളാഹ് ഞങ്ങളോട് ഇങ്ങനെ വെപ്രാളത്തിൽ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, ധൃതി കാണിക്കണ്ട. ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, നമ്മൾ ഓതി തന്നാൽ ആ ഓത്തിനെ നീ ഫോളോ ചെയ്യുക. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ അള്ളാഹ് പറഞ്ഞു സുമ്മ ഇന്ന അലൈനാ ബയാന. അപ്പോൾ ഖുർആനിന് പുറമെ എന്തുണ്ട്? ബയാനുണ്ട്. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നീട് ഈ ഓതിത്തരുന്ന ഖുർആന്റെ ബയാൻ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു എന്ന്. അപ്പോൾ ഖുർആൻ അല്ലാത്ത ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബയാനാക്കിയിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അള്ളാഹ് തന്നെ പറഞ്ഞു താങ്കൾക്ക് എന്തിനാണ് ദിക്ർ അവതരിപ്പിച്ചു തന്നത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ താങ്കൾ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. പിന്നെ കുറെ ചർച്ചകളുണ്ട്. അത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇൻഷാ അല്ലാഹ് വരും ചർച്ചകളിലാകാം. സുന്നത്ത് എന്തുകൊണ്ട്, ഹദീസുകൾ എന്തുകൊണ്ട് ഖുർആൻ പോലെ ക്രോഡീകരിക്കപ്പെട്ടില്ല, അതിലെന്തുകൊണ്ട് ലഈഫ് വന്നു, മൗദൂഅ വന്നു പോലുള്ള ചർച്ചകൾ വിശദമായ വൈജ്ഞാനിക ചർച്ചയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം ചർച്ചയാക്കാം. ഇത്രയും ആയാത്തുകൾ ഓതിയതിലൂടെ നമുക്ക് എന്ത് ബോധ്യപ്പെട്ടു? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതമാണ്. അള്ളാഹ് തൃപ്തിപ്പെട്ട ദീൻ അത് വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളുമാണ്. ആ വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചത്. ആ പ്രവാചകനെ അയച്ചിട്ട് അള്ളാഹു ആ പ്രവാചകന് ഇറക്കിക്കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൽ കിതാബാണ്, അത് ഖുർആനാണ്. രണ്ട് അൽ ഹിക്മത്താണ്, അത് റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ്. ഈ രണ്ട് കാര്യങ്ങളെയാണ് റസൂലുള്ളാഹിനെ അനുസരിക്കുകയും റസൂലുള്ളാഹിനെ പിൻപറ്റുകയും ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും പിൻപറ്റലും നിർബന്ധമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വഴിവെച്ചു പോകും. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെ സത്യം, ലാ യുഅ്മിനൂന, ഇവർ മുഅ്മിനുകളാകുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നത്തിൽ അവർ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ വിധികർത്താവാക്കേണ്ടത് ആരെയാണ്? സഹാബാക്കള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന് നമ്മൾ ഖുർആനെയും സുന്നത്തിനെയുമാണ്. അപ്പൊ താങ്കളെ വിധികർത്താവാക്കണം. താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അൻപുറത്ത് ഈ ആയത്ത് വിശദീകരിച്ചിരുന്നു. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, താങ്കൾ വിധിച്ച വിധിയിൽ ഇവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമാ, മനസ്സാ വാചാ കർമ്മണ, ഈ വക കാര്യങ്ങളെ അവർ അംഗീകരിക്കുകയും ചെയ്യണം, ഉൾക്കൊള്ളുകയും ചെയ്യണം. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, താങ്കൾ വിധികർത്താവാക്കണം. താങ്കൾ വിധിച്ചതിൽ അവർക്ക് മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളണം, അംഗീകരിക്കണം. ഈ മൂന്ന് കാര്യം ചെയ്യുന്നത് വരെ പ്രവാചകരെ ഇക്കൂട്ടർ വിശ്വാസികളാകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മടങ്ങണം. റസൂലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള മടക്കമാണ്. വേറൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ കാന ലിമുഅ്മിനിൻ, മുഅ്മിനായ ആണുങ്ങൾക്ക് അനുവദനീയമല്ല, വലാ മുഅ്മിനത്തിൻ, പെണ്ണുങ്ങൾക്കും അനുവദനീയമല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനായ ആണുങ്ങൾക്കും അനുവദനീയമല്ല, പെണ്ണുങ്ങൾക്കും അനുവദനീയമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ എന്തെങ്കിലും ഒരു കാര്യം
നടപ്പിലാക്കിയാൽ ഖളാ നടപ്പിലാക്കിയാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം ആ വിഷയത്തിൽ അവർക്കൊരു ചോയ്സ് ഉണ്ടാകുക എന്നുള്ളത് അനുവദനീയമല്ല. അള്ളയോ അള്ളാന്റെ റസൂലോ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിൽ വരുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് മൂന്നാമതൊരു ചോയ്സ് ഇല്ല, അല്ലെങ്കിൽ രണ്ടാമതൊരു ചോയ്സ് ഇല്ല. അള്ളയും അള്ളാന്റെ റസൂൽ നടപ്പിലാക്കിയ വിഷയത്തെ എന്ത് ചെയ്യണം? അംഗീകരിക്കൽ നിർബന്ധമാണ്. ഇവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? ഇദാ ഖലല്ലാഹു വറസൂലുഹു, അള്ളാഹും അള്ളാന്റെ റസൂലും. ഒന്ന് മറ്റേ ആയത്ത് എന്ന് പറഞ്ഞത് ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ആർക്ക് ഇടപെടാനുള്ള അധികാരം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. മുഅ്മിനീങ്ങളെ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് വിധി തീർപ്പുണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ ഇത്ര മാത്രമേ പറയുള്ളൂ, അയ്യഖൂലു സമിഅനാ വഅതഅനാ, നമ്മൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ വിധി തീർപ്പുണ്ടാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? സമിഅനാ വഅതഅനാ, നമ്മൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി, നിത്യജീവിതത്തിൽ നിങ്ങൾ കർമ്മങ്ങളിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളെ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഇസ്തജീബു, നിങ്ങൾ ഉത്തരം നൽകണമെന്ന്. അള്ളാഹുവിന് മാത്രമല്ല ആർക്ക് ഉത്തരം നൽകണം? അള്ളാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകണം. അവസാനം അള്ളാഹു പറഞ്ഞു, വമൻ യുതിഅർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ അസാനി ഫഖദ് അസല്ലാഹ്, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്തെല്ലാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്, സ്വർഗ്ഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തവർ ഒഴികെ. ഖീല യാ റസൂലല്ലാഹ് മൻ യഅബാ, പ്രവാചകൻ ചോദിച്ചു, പ്രവാചകൻ ആർക്കാണ് സ്വർഗ്ഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ അനുസരിച്ചത് അവരാണ് സ്വർഗ്ഗത്തിൽ കടക്കുക, ആരാണോ എന്നെ ധിക്കരിച്ചത് അവർക്കാണ് സ്വർഗ്ഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത്. എത്ര ആയത്തുകളാണ്! അപ്പോൾ ഖുർആൻ പോലെ തന്നെയാണ് ഹദീസുകളും. ദീനിൽ ഖുർആൻ പോലെ തന്നെയാണ് ഹദീസുകളും. രണ്ടും നമ്മുടെ പ്രമാണങ്ങളാണ്. അത്ര വലിയ സ്ഥാനമുണ്ട്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ലാസ്റ്റ് കാര്യം, ഹദീസുകളില്ലാതെ ഖുർആൻ മനസ്സിലാക്കുക സാധ്യമേ അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്? അൻസൽനാ അലൈക്കൽ കിതാബ അലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന, നബിയുടേതായി സ്ഥിരപ്പെട്ടു വന്ന നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരവും സ്വഭാവപരവുമായ വിശേഷണങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുക. ഹദീസുകളുടെ ഒറ്റ വാക്കാണ് അസ്സുന്ന. ഹദീസുകളാണ് ഓരോ പ്രവർത്തനങ്ങൾക്ക്, ഓരോ വാക്കുകൾക്ക്, ഇതൊക്കെ പറയുന്ന ഹദീസ്. നബിയിലേക്ക് ചേർക്കപ്പെടുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മൗനാനുവാദങ്ങൾക്കുമാണ് ഹദീസ് എന്ന് പറയുക. ഈ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അനുഗ്രഹീതങ്ങളായ നിമിഷങ്ങളാണ്. നബിയുടെ വാക്കുകളാണ്, നബിയുടെ മൗനാനുവാദങ്ങളാണ്, നബി ജീവിതത്തിലെ മുത്തുമണികളാണ് ഇവകളെല്ലാം. ഈ നബി ജീവിതത്തിലെ ചര്യകൾ, ഹദീസുകളില്ലാതെ ഖുർആനിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ വിശദീകരിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യാഖ്യാതാവ്, ആ ഖുർആൻ ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം തന്നെയാണ്. ഖുർആന്റെ ഏറ്റവും യോഗ്യനായ വ്യാഖ്യാതാവ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
സുന്നത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു ചെറിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെയാണ് ഞാൻ ഇന്ന് ആസ്വദിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥവും പോലുള്ള മറ്റ് ഗ്രന്ഥങ്ങളും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൻസിലത്തു സുന്നത്തി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സുന്നത്തിനുള്ള സ്ഥാനം, വബയാനു അന്നഹു ലാ യുസ്തഗ്ന അൻഹാ ബിൽ ഖുർആൻ, ഖുർആൻ മാത്രം മതി എന്നത് പോരാ എന്ന് വിശദീകരിക്കലും എന്ന ഗ്രന്ഥമാണ് ആ ചെറിയ ഗ്രന്ഥം. അതിൽ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഇല്ലാതെ ഖുർആൻ മനസ്സിലാകുകയില്ല എന്നതിന് 5 ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ 5 ഉദാഹരണങ്ങൾ ഇവിടെ വായിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് സൂറത്തു അൻആമിലെ 82-ാമത്തെ ആയത്ത്. അള്ളാഹു പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അവരുടെ അംഗീകാരത്തിൽ ദുൽമിനെ കലർത്തുകയും ചെയ്യാത്തവർ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അംഗീകരിക്കുകയും അവരുടെ അംഗീകാരത്തിൽ ദുൽമിനെ കലർത്തുകയും ചെയ്യാത്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ എന്ന്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾക്ക് ആശയക്കുഴപ്പായി. ആർക്കാണ് ആശയക്കുഴപ്പം വന്നത്? സഹാബാക്കൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സഹാബാക്കൾക്ക് ആശയക്കുഴപ്പുണ്ടായി ഈ ആയത്ത്. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അയ്യുനാലം യൽബസ്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ദുൽമ ചെയ്യാത്തത്? നമ്മുടെ കൂട്ടത്തിൽ ദുൽമ ചെയ്യാത്ത ആരാണുള്ളത്? നമ്മളൊക്കെ അക്രമം ചെയ്തു പോകുന്ന ആൾക്കാരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ദുൽമല്ല ഈ ദുൽമ. നിങ്ങൾ സഹോദരൻ ലുക്മാന്റെ വാചകം ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ന ശിർക ലദുൽമുൻ അലീം, അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ അംഗീകാരം ഈമാനിനോട് ദുൽമ കലർത്താത്തവർ എന്ന ആ ആയത്ത് ആർക്ക് മനസ്സിലായില്ല? സഹാബാക്കൾക്ക് മനസ്സിലായില്ല. ആര് വിശദീകരിച്ചു കൊടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന അക്രമമല്ല, മറിച്ച് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ ഉപദേശിച്ചപ്പോൾ പറഞ്ഞില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം, കൊച്ചുമോനെ നീ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് ദുൽമുൻ അലീമാണ് എന്ന്. ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞാൽ ബിശിർക്കിൻ, വിശ്വസിക്കുകയും ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആരെ വിശദീകരിച്ചു കൊടുത്തത്? സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തത് റസൂലുള്ളാഹി. അപ്പൊ സഹാബാക്കൾക്ക് ആയത്തിൽ കണ്ടില്ല, പിന്നെ ശേഷക്കാരായ ആൾക്കാർക്ക് തിരിയ സഹാബാക്കൾക്ക് ആരിലേക്ക് പോകേണ്ടി വന്നു? ഈ ആയത്ത് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകേണ്ടി വന്നു. രണ്ടാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 101-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈദാ ലറബ്തും ഫിൽ അർദ് ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു. വൈദാ ലറബ്തും ഫിൽ അർദ്, നിങ്ങൾ യാത്ര ചെയ്താൽ, ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് തെറ്റില്ല, അൻ തഖ്സുറു മിനസ് സ്വലാ, നിസ്കാരം കസുറാക്കുന്നതിൽ, ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു, നിങ്ങളെ കാഫിറുകൾ ഫിത്നയിലാക്കുമെന്ന് നിങ്ങൾ പേടിച്ചാൽ. കണ്ടീഷൻ പറഞ്ഞു. എപ്പോഴാണ് കസറാക്കൽ അനുവദനീയം? ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു, കാഫിറുകൾ നിങ്ങളെ ഫിത്നയിലാക്കുമെന്ന് നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾക്ക് കസറാക്കാവുന്നതാണ് എന്ന്. ഈ ഹദീസിനെ, ഈ ആയത്ത് ഓതിയിട്ട് അബൂ യഅല റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നു. അല്ല, ഖുർആനിൽ എന്താ ഉള്ളത്? ഇൻ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ ലാ യഫ്തിനകുമുൽ ലദീന കഫറു. യഅലമുനു ഉമയ്യ പറയാണ്, ഖുൽതു ലി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നിങ്ങളോട് ഞാൻ ചോദിച്ചു, അഅജബു മിൻ കസ്രി നാസി അസ്സലാ, ജനങ്ങൾ നിസ്കാരം കസ്റാക്കുന്നതിൽ നിന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. വഖദ് അമിനു, ഇന്നവർ നിർഭയരാണ്. അല്ലാഹ് എന്താ പറഞ്ഞത്? വഖദ് ഖാലല്ലാഹു അസ്സ വജല്ല അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു, കാഫിറുകൾ നിങ്ങളെ ഫിത്നയിലാക്കുമെന്ന് പേടിയുണ്ടെങ്കിലാണ്
നിങ്ങൾക്ക് കസറാക്കാൻ അനുവാദമുള്ളൂ. ഇന്ന് നമ്മളൊക്കെ നിർഭയരായില്ലേ? നമുക്ക് കാഫിറുകളെ പേടിയുണ്ടോ? ഇല്ലല്ലോ. അള്ള കണ്ടീഷൻ പറഞ്ഞു, ഇൻ ഖിഫ്തും അല്ലാ യഫ്തിനകുമുല്ലദീന കഫറു അൻ യഫ്തിനകുമുല്ലദീന കഫറു, നിങ്ങളെ കാഫിറുകൾ ഫിത്നയിലാക്കുമെന്നല്ല അള്ള കണ്ടീഷൻ പറഞ്ഞത്. എനിക്ക് ഞാൻ അത്ഭുതപ്പെടുന്നു ജനങ്ങൾ എന്താ ഇപ്പം കസറാക്കി നിസ്കരിക്കുന്നത് എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അജിബ്തു മിമ്മാ അജിബ്ത മിൻ, താങ്കൾ ഏതൊന്നിലാണോ അത്ഭുതപ്പെട്ടത് അതേ അത്ഭുതം എനിക്കുണ്ടായിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഈ ആയത്തിലുള്ളത് ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറു എന്നല്ലേ? ഇന്ന് നമ്മൾ നിർഭയരായില്ലേ? ഇനി കസറാക്കാൻ പറ്റുമോ? ഖസ്ർ മനസ്സിലായില്ലേ? 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി നിസ്കരിക്കുക. ളുഹർ, അസ്ർ, ഇശ ഇതിനെ കസറാക്കുക. 4 റക്അത്തിനെ 2 ആക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ഇന്ന് നമ്മളൊക്കെ നിർഭയരായി, ഇനി കസറാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആർക്കാണ് സംശയം ഉണ്ടായത്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് തിരിഞ്ഞില്ല, നേരെ റസൂലുള്ളാഹിലേക്ക് പോയി പ്രവാചകനോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു സദഖതഹു, ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ദാനമാണ്, അള്ളാഹുവിൻ്റെ ദാനം നിങ്ങൾ സ്വീകരിച്ചോ. എന്താണ് അതിനർത്ഥം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യാത്രക്കാരനാണെങ്കിൽ കസറാക്കാം. മറ്റ് പല ഹദീത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കാരനാണോ കസറാക്കാം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ പേടി വേണമെന്നില്ല, ശത്രുക്കൾ ഉപദ്രവിക്കുന്ന പേടി വേണമെന്നില്ല, യാത്രക്കാരനാണോ കസറാക്കാം എന്ന് കിട്ടി. അപ്പോൾ ഈ ആയത്ത് മനസ്സിലാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആരത്തെ കൊണ്ടി വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഹദീത്ത് ഇല്ലാതെ ആയത്ത് മനസ്സിലാകുകയില്ല എന്നിട്ട്. 3-ാമത്തെ ആയത്ത് സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, ഹുർരിമത്ത് അലൈക്കും അൽ മൈതത്തു വദ്ദമു, നിങ്ങളുടെ മേൽ അൽ മൈതത്തും അദ്ദമും, സകല ശവങ്ങളും സകല രക്തങ്ങളും ഹറാമാക്കി. അള്ളാന്റെ പ്രയോഗമാണ് അൽ മൈതത്തു. ഇവിടെ അലിഫ്ലാം ഉമൂമിൻ്റെതാണ്. സകല മൈതത്തുകളെയും സകല രക്തങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കി എന്ന്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര ശവങ്ങൾ തിന്നുന്നുണ്ട്? മത്സ്യങ്ങൾ നമ്മൾ കഴിക്കുന്നില്ലേ? മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട്, രക്തം നമ്മൾ കഴിക്കുന്നുണ്ട്. ഏത്? കരള്, പ്ലീഹ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? ഹുർരിമത്ത് അലൈക്കും അൽ മൈതത്തു വദ്ദമു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? 2 ശവവും 2 രക്തവും അനുവദിച്ചു തന്നിട്ടുണ്ട്. ഒഹില്ലത്ത് ലനാ മൈതതാനി വദമാൻ, നമുക്ക് 2 മൈതത്ത് ശവവും 2 രക്തവും അനുവദിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശവ ഏതൊക്കെയാണ്? അൽ ജറാദു വൽ ഹൂത്ത്. ജറാദ് വെട്ടുകിളിയെ നമുക്ക് കഴിക്കാം, അത് ചത്താൽ. അതുപോലെ തന്നെ അസമക്ക് മത്സ്യത്തെയും കഴിക്കാം. മത്സ്യത്തെ നമ്മൾ അറുത്തിട്ടാണോ കഴിക്കുന്നത്? അല്ല, ചത്തതിനെയാണ് കഴിക്കുന്നത്. അപ്പോൾ അള്ളാഹ് ഖുർആൻ എന്താ പറഞ്ഞത്? ഹുർരിമത്ത് അലൈക്കും അൽ മൈതത്തു, സകല മൈതത്തുകളെയും ശവങ്ങളെയും ഹറാമാക്കിയതാണ്. അപ്പോൾ അതിന് ആരാണ് പുറത്താക്കി തന്നു? മീനിനെയും വെട്ടുകിളിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹദീത്തില്ലാതെ നമുക്ക് ആയത് മനസ്സിലാവില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 രക്തങ്ങൾ ഏതൊക്കെയാണ്? അൽ കബിദു വത്തിഹാൽ. കബിദ് എന്ന് പറഞ്ഞാൽ കരള്, തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ. പ്ലീഹ വയറ്റിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് പ്ലീഹ. ഭാര്യയിലുള്ളിൽ കിടക്കുന്ന ഒരു അവയവം പ്ലീഹ എന്നാണ് മലയാളത്തിൽ പറയുക. അത് 2 കഴിക്കലാണ്, 2 രക്തമാണ്. അതിന് ഇപ്പം എന്താ പറയുക, പ്ലീഹൻ്റെ കുറേ ഉപകാരങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അഴുക്ക് രക്തത്തെയൊക്കെ ശുദ്ധീകരിക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു അവയവമാണ് തിഹാൽ, പ്ലീഹ. ഇതിലൂടെ മനസ്സിലായി അദ്ദം, സകല രക്തങ്ങളും എന്നതിൽ നിന്ന് പുറത്തുപോയി 2 കാര്യങ്ങൾ പുറത്തുപോയി. കബിദും കരളും തിഹാലും പുറത്തുപോയി. 4-ാമത്തെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു അൻആമിലെ 145-ാമത്തെ ആയത്തിൽ, കുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ തായിമിൻ യത്അമുഹു ഇല്ലാ അൻ യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹാ ഔ ലഹമ ഖിൻസീരിൻ ഫഇന്നഹു റിജ്സുൻ ഔ ഫിസ്കൻ ഉഹില്ല ലിഗൈരില്ലാഹി ബി. നബി അങ്ങ് പറയുക,
ലാ അജിദു ഫീ മാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ തായിമിൻ തം. ഭക്ഷിക്കുന്നവന് ഹറാമായിട്ട് ഞാൻ ഈ വേദഗ്രന്ഥ എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കണ്ടെത്തുന്നില്ല ഭക്ഷിക്കുന്നവന് ഹറാമായിട്ട് എന്തല്ലാതെ ശവത്തെയും ഒഴുകുന്ന രക്തത്തെയും പന്നിയിറച്ചിയെയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതിനെയും അല്ലാതെ കണ്ടെത്തുന്നില്ല. 4 കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞു. എന്തൊക്കെയാണ് കഴിക്കൽ ഹറാമായത്? 1 മൈത്തത്ത്, 2 ദമുൻ മസ്ഫൂഹ് ഒഴുകുന്ന രക്തം, 3 ലഹ്മു ഖിൻസിർ പന്നിയുടെ ഇറച്ചി, 4 ഉഹില്ല ലി ഗൈരില്ലാഹി ബി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ഇത് മാത്രമാണ് ഞാൻ എനിക്ക് വഹി നൽകപ്പെട്ടതിൽ കണ്ടെത്തുന്നത് എന്ന്. ഇത് മാത്രമാണ് എന്നുള്ള പ്രയോഗമാണ് ഖുർആനിലുള്ളത്. കുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കണ്ടെത്തുന്നില്ല മുഹറമൻ ഹറാമായിട്ട് അലാ തായിമിൻ യത്അമു ഭക്ഷിക്കുന്ന ഒരുത്തന് ഭക്ഷിക്കൽ ഹറാമായിട്ട് കാണുന്നില്ല. എന്തല്ലാതെ ഇല്ല അൻ യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീരിൻ ഫഇന്നഹു റിജ്സുൻ ഔ ഫിസ്കൻ ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി. 4 കാര്യങ്ങൾ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല ഹറാം, ഭക്ഷിക്കുന്ന വിഷയത്തിൽ ഹറാമാക്കി ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്ത് പറ്റില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ദീനാബ്, തേറ്റപ്പല്ലുള്ള മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നഖമുള്ള പക്ഷികളെ, മിഖ്ലബ് ദുമിഖ്ലബ് നഖങ്ങളുള്ള പക്ഷികളെ ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാട്ടുകഴുതയെ, നാട്ടിൽ മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്ന ഹുമുറുൻ ഇൻസിയ, മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നാട്ടുകഴുതയും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ റസൂൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ മാത്രമുള്ളത് മാത്രമല്ല ഹറാം, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്തതും നമുക്ക് ചെയ്തിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹദീസും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹറാമായത് ഏതൊക്കെ എന്നുള്ളത് വിശദമായി മനസ്സിലാവുകയുള്ളൂ. 5-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് അറാഫിലെ 32-ാമത്തെ ആയത്ത്, കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ക്. നബിയെ പറയുക, ആരാണ് അള്ളാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്ന സീനത്തിനെ, അള്ളാഹുവിൻ്റെ സീനത്തിനെ ഹറാമാക്കിയത് ആരാണ്? വത്വയ്യിബാതി മിനർ റിസ്ക്, ഭക്ഷണങ്ങൾ റിസ്കിൽ നിന്നും പരിശുദ്ധമായവയും ഹറാമാക്കുന്നത് ആരാണ്? ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി എല്ലാ സീനത്തും അനുവദനീയമാണ്. ആരാണ് ഹറാമാക്കാൻ അധികാരമുള്ളത്? അള്ളാഹു കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി, തൻ്റെ അടിമക്ക് വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന സീനത്തുകളെ ഹറാമാക്കുന്നവൻ ആരാണ്? എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പട്ട് ധരിച്ചു കൊണ്ടുവന്നു, പട്ട് ഹരീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ തന്നെ സ്വർണ്ണമല്ല ആഭരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി വഹില്ലുൻ ലിഇനാതിഹാ. പട്ട് ആർക്കും പാടില്ല, സ്വർണം ആണുങ്ങൾക്ക് ഹറാമാണ്, പെണ്ണുങ്ങൾക്ക് അനുവദനീയമാണ്. ഇതൊക്കെ വേർതിരിച്ച് പറഞ്ഞിരുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഹദീസുകൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദഅവത്ത് റിസാലത്ത് പൂർണ്ണമാകുന്നുള്ളൂ, എന്നാലേ ദീൻ പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു റസൂലുള്ളാഹിക്ക് ഇറക്കിക്കൊടുത്ത ദീനിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ആ ഖുർആൻ ആർക്കാണ് അവതരിപ്പിച്ചത്? അയാളുടെ, ആ വ്യക്തിയുടെ വിശദീകരണങ്ങൾ കൂടി കേൾക്കുകയാണ്. അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോഴാണ് ദീൻ പൂർണ്ണമാവുക. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന, നാമാണ്, തീർച്ചയായും നാമാണ് അദ്ദിക്റിനെ ഇറക്കിയത്. അദ്ദിക്ർ എന്നുള്ള ഉദ്ദേശം എന്താണ് ഇവിടെ? അൽ ഇസ്ലാം, ദീനാണ്. ഓക്കെ, അശ്ശരിയ, ശരീഅത്താണ്, അല്ലെങ്കിൽ അൽ ഖുർആൻ വസ്സുന്ന, ഖുർആനും ഹദീസുമാണ്. അദ്ദിക്ർ, ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ, ഖുർആനിനെയും സുന്നത്തിനെയും അല്ലെങ്കിൽ ഈ ദീനിനെ, ഈ ശരീഅത്തിനെ ഇറക്കിയത് നാമാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ ഈ ദീനിനെ സംരക്ഷിക്കും. ഈ ദീനിനെ നാം തന്നെ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. 2 രീതിയിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ സംരക്ഷിച്ചു. ഹദീസിനെ ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥ ഉണ്ടാക്കി. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, രീതിയാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ സുന്നത്തിനെ ഉമ്മത്തിന്റെ ഉലമാക്കൾക്ക് വിട്ടുകൊടുത്തത്? അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ദുനിയാവ് പരീക്ഷണത്തിന്റെ ഗേഹമാണ്.
ഖുർആൻ പോലെ ഒരു ബുക്കിൽ ഹദീസും ഉണ്ടെങ്കിൽ ഇവിടെ പരീക്ഷണം ഉണ്ടോ? ഇല്ല. സുന്നത്തിന് അങ്ങനെ ഇറക്കി വിട്ടത് കൊണ്ടല്ലേ ചേകന്നൂർ മൗലവി ഉണ്ടായത്, CN അഹമ്മദ് ഉണ്ടായത്, നിഷേധികളും വിശ്വാസികളും ഉണ്ടായത്. അപ്പൊ അല്ലേ സ്വർഗവും നരകവും ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ രീതികൾ എങ്ങനെയാണ്? അപ്പൊ സുന്നത്തിനെ ഉമ്മത്തിന്റെ ഉലമാക്കൾക്ക് വിട്ടുകൊടുത്തു. അതിൽ നിന്നും പരീക്ഷണമുണ്ടായി. അതിനെ നമ്മൾ സ്വീകരിച്ചവർ വിജയികളായി മാറും. ഹദീസ് നിഷേധികളെ പോലെ, ബുദ്ധിക്ക് യോജിക്കാത്ത തള്ളണമെന്ന് പറയുന്നവരെ പോലെ പോകുന്നവർ ദലാലത്തിലുമാകും. അള്ളാന്റെ പരീക്ഷണമാണ്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹദീസിന്റെ അൽഫാദുകളിലുള്ള വ്യത്യാസം പോലും ഈ ഉമ്മത്തിന്റെ പരീക്ഷണമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ദീനിനെ സമീപിക്കുന്നത് എന്ന് പരിശോധിക്കാൻ, ആരാണ് ഹക്കിലേക്ക് ഉൾക്കൊണ്ടുവരാൻ വരുന്നത് എന്നറിയാൻ. അതേപോലെ തന്നെ ഈ ദീൻ എപ്പോഴും സജീവ ചർച്ചയാണ്. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണത്, സജീവ ചർച്ചയാണ് എപ്പോഴും, അല്ലെ? പഠനങ്ങൾ നടന്നുകൊണ്ട് 24 മണിക്കൂറും പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഏക ദീൻ ഇസ്ലാമാണ്. ഓരോ ഹദീസുകളും പഠനങ്ങളാണ്, ചർച്ചകളാണ്. അതിൽ നിന്ന് ഇസ്തിംബാത്താത്തുകളാണ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഹദീസും ആയത്തും വെച്ചുള്ള ചർച്ചകളാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പൊതുവായ ചില സുന്നത്തുകളാണ്. പക്ഷെ നമുക്കത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞതിൻ്റെ വൽഹാസിൽ, ദീനിൽ ഖുർആനിന് എന്തോളം സ്ഥാനമുണ്ടോ അതേ സ്ഥാനം ഒന്നും കുറയാതെ ഹദീസിനുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന സുന്നത്തുകൾക്കുണ്ട്. ഖുർആനും ഹദീസും രണ്ടും നമ്മുടെ പ്രമാണമാണ്. ഖുർആന് മനസ്സിലാകണമെങ്കിൽ ഹദീസ് ഉണ്ടെങ്കിലേ മതിയാകൂ. ഹദീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മനസ്സിലാക്കുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചയച്ചത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയല്ല, ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചു കൊടുത്ത 2 കാര്യങ്ങൾ ഖുർആനും ഹദീസുമാണ് എന്നാണ്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് അതിൻ്റെ വാചകങ്ങളെയും ആശയങ്ങളെയും ഒന്നിച്ചാണ്. ഹദീസിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആശയങ്ങൾ മാത്രമാണ്. ആശയങ്ങൾ സംരക്ഷിക്കാൻ, ദീൻ സംരക്ഷിക്കലാണ് ഹദീസിന്റെ ഉദ്ദേശം. ഹദീസ് ഖുർആന്റെ വിശദീകരണമായതുകൊണ്ട്. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ചു, ആ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച ദീനിനെ വിശദീകരിക്കലാണ് റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആശയമാണ്, അൽഫാദുകളല്ല. അതുകൊണ്ട് തന്നെ അൽഫാദുകളിലുള്ള മാറ്റത്തേക്കാൾ പ്രാധാന്യം ആശയങ്ങൾക്കാണ്. ഇത് രണ്ടും അടങ്ങിയതാണ് ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദീസിന്റെ സംരക്ഷകരായി, ഹദീസിന്റെ കാവൽഭടന്മാരായി നിലകൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.